ഹലോ, ഗുഡ് മോർണിംഗ്. രാധസ്വാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് 19/4/25 അല്ലെ പത്തരമാറ്റിൻ്റെ കഥ ആണ് പറയാൻ പോണത്. അപ്പോൾ എന്താ പറയുക, ദേവയാനിയും നയനയും കൂടി നന്ദാവനത്തിലേക്ക് വന്നിരിക്കുകയാണ്. നയനയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയും, ഞങ്ങൾ നന്ദുവിനെ ഒന്ന് കാണണം, നന്ദു പോണേലും പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നന്ദുവിനോട് എന്ന് പറയും. അപ്പോൾ കനക പറയും, ആ ശരിയാണ് ദേവയാനി, കാരണം ഞങ്ങൾ അവൾക്ക് അറിയാവുന്നതിൽ മനസ്സിലാവുന്ന രീതിയിലൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോഴും അവർ തമ്മിൽ ഇഷ്ടമുണ്ട് തോന്നുന്നു, നന്ദുവിന് ഇപ്പോഴും മനീനെ ഇഷ്ടമാണ് തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഒന്ന് ഉപദേശിച്ച് കൊടുക്കൂ എന്നൊക്കെ പറയട്ടോ. മനസ്സിലായി, എന്താ ചെയ്യുക, കുട്ടികളുടെ മനസ്സല്ലേ, അത് കാരണം അപ്പോൾ അനാമിക അവളെ കുറ്റം പറയാനും പറ്റില്ല, അതും പ്രശ്നം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയും, എന്തായാലും നന്ദു എവിടെ വയ്ക്കും. അപ്പോൾ നന്ദു അകത്തുണ്ട് അറിയട്ടോ. ഞങ്ങളൊന്ന് നന്ദുവിനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വാ മോളെ പറഞ്ഞിട്ട് അങ്ങനെ രണ്ടാളും കൂടെ അകത്തേക്ക് കയറിപ്പോവും. അപ്പോൾ കനക പറയും, ഗോവിന്ദനോട് പറയും, കണ്ടോ ഗോവിന്ദേട്ടാ, പണ്ട് എങ്ങനെ ഉണ്ടായിരുന്നത് അമ്മയമ്മി മരുമോൾ ഇപ്പോൾ അക്കരെ അടയാണ് എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അവളെങ്കിലും സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയണേ. അത് കഴിഞ്ഞ് നന്ദുവിൻ്റെ അടുത്തേക്ക് പോകും. നന്ദുവിൻ്റെ അടുത്തേക്ക് പോയിട്ട് നന്ദുവിനോട് ഇങ്ങനെ സംസാരിക്കുന്നതാണ്. അപ്പോൾ പറയും, മോളെ നീ നല്ല കുട്ടിയാണ്, ഞങ്ങൾക്കറിയാം. കല്യാണത്തിൻ്റെ മുന്നേ ഇപ്പോൾ അനിയുടെ കല്യാണം കഴിഞ്ഞു, അതിൻ്റെ മുന്നേ ഇപ്പോൾ എന്താണ് നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെങ്കിലും ഒരു പക്ഷേ ഞങ്ങളൊക്കെ അത് എതിർത്തു എന്ന് വരും. കാരണം പ്രത്യേകിച്ച് കാരണം അന്ന് നയനമോളോട് എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അവിടുന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നതിനെ ഞാൻ എതിർത്ത് സംസാരിക്കുമായിരുന്നു. പക്ഷേ അച്ഛനും അമ്മയും സമ്മതിക്കുമായിരുന്നു, കാരണം അച്ഛന് അത്രയ്ക്ക് ഇഷ്ടമാണ് നിങ്ങളതിനൊക്കെ. പക്ഷേ അതൊന്നും ഉണ്ടായില്ലല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അപ്പോൾ ഇനി മോള് ശ്രദ്ധിക്കണം, എനിക്കൊരു കുടുംബമുള്ളതല്ലേ, ഇനിയിപ്പോൾ അനി ഇങ്ങോട്ട് വന്നാലും മോള് മൈൻഡ് ചെയ്യണ്ട, അനി ഒന്നും വിളിച്ചാലും അതിന് റെസ്പോണ്ട് ചെയ്യണ്ട, മോള് നല്ല കുട്ടിയാണ്, അത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ നയനിയും പറയും, നിന്നോട് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ അനിയെ കാണരുത് എന്നൊക്കെ. പക്ഷെ അനിയെ ഇവൾ വീണ്ടും കണ്ടു തുടങ്ങിയത്, ജീവിതം അവസാനിപ്പിക്കുക, എനിക്ക് മടുത്തു, ഇങ്ങനെ ജീവിക്കേണ്ടെന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് അനിയെ വീണ്ടും ഇവൾ കാണുന്നത്. പിന്നെ അവർ തമ്മിൽ പഴയ സൗഹൃദത്തിലേക്ക് വരുന്നതും അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ അത് അവൾ ആരോടും പറയുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് വീണ്ടും അനിയിലേക്ക് തിരിച്ചു പോയതെന്ന് അവൾ ആരോടും പറയുന്നുമില്ല. അപ്പോൾ പറയും, മോളെ കുറ്റപ്പെടുത്താനും പറ്റില്ല, അനി നല്ലൊരു പയ്യനാണ്, എനിക്ക് ആദർശ് മോനെ പോലെ തന്നെയാണ് അനിമോനും, അത് രണ്ടുപേരും എനിക്ക് ഒരുപോലെ തന്നെയാണ്. അപ്പോൾ അത് കാരണം ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, അവനൊരു കുടുംബജീവിതം ആയില്ലേ, അത് നല്ല നിലയ്ക്ക് പോകണമെങ്കിൽ ഇനി മോള് ഒരിക്കലും ഇനി അനിയെ കാണരുതെന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ പഴയ സൗഹൃദം വേണ്ട നിങ്ങൾ തമ്മിൽ എന്നൊക്കെ പറയൂ കേട്ടോ. പിന്നെ അതുമല്ല, ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാലും അതും പ്രശ്നം തന്നെയാണ് എന്നൊക്കെ പറയും. അങ്ങനെ നന്ദുവിനെ ഇടോ മലോ നിന്നിട്ട് ഉപദേശിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ പറയും നന്ദു, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മോൾക്ക് വലിയ ദേഷ്യം തോന്നുന്നുണ്ടോ എന്ന് വയ്ക്കും, ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ടേ. അപ്പോൾ നന്ദു പറയില്ല, ആൻറ്റി പറഞ്ഞത് ശരി തന്നെയാണ്, ഞാൻ ശ്രദ്ധിച്ചോളാം, ഇനി ഞാനായിട്ട് ഇനി ഒന്നിനും പോവില്ല സത്യമായിട്ടും എന്നൊക്കെ പറയൂ കേട്ടോ. അത് മോളെ എനിക്കറിയാം, മോള് നല്ല കുട്ടിയാണെന്നൊക്കെ അങ്ങനെ പറയാം. എന്നിട്ട് നമ്മളെ എന്താ പറയുക, ഒരു ദേവേനെ അങ്ങോട്ട് പോകും. അപ്പോൾ നയനെ പറയും, മോളെ ഞാൻ എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ അമ്മേനെ വന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഇനി മോള് ശ്രദ്ധിക്കണം, ഇനി അങ്ങനത്തെ ഇതിലൊന്നും പോയി ചാടരുത് എന്നൊക്കെ പറയും. കാരണം എല്ലാവർക്കും അനിയുടെ ജീവിതം തന്നെയാണ് വലുത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇല്ല ചേച്ചി എന്ന് പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് എന്താ പറയുക, അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ ആദർശിനെയാണ്. അപ്പോൾ ആദർശ് ഇരുന്നിങ്ങനെ ആലോചിക്കുക, അവൾ എന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണോ, അല്ലെങ്കിൽ ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് അവൾ വേണ്ടാന്ന് പറഞ്ഞില്ല, പിന്നെ വരണമെന്ന് പറഞ്ഞില്ല, എന്നെ ഒഴിവാക്കിയതാണോ എന്നിങ്ങനെ വിചാരിക്കും കേട്ടോ. അപ്പോഴേക്കും അബി അങ്ങോട്ട് വരികയാണ്. അബി അങ്ങോട്ട് വരുമ്പോൾ അബി ഇങ്ങനെ നോക്കും, ഇരിക്കുന്നുണ്ടല്ലേ, എല്ലാം കൂടെ ഒറ്റയ്ക്ക് വെട്ടി വിഴുങ്ങിയിട്ട് ഇരിക്കുകയാണ് എന്നൊക്കെ പറയും. ഒരു വിഷയമായിട്ട് പോലും 10 പൈസ കൂടുതൽ തന്നിട്ടില്ല, എന്തൊക്കെ ആവശ്യങ്ങളുണ്ടാവും മറ്റുള്ളവർക്ക്, എന്നിട്ട് അതും കൂടി ഇല്ല. അതോ മറ്റേ നയന കളക്ഷൻസ് എന്നും പറഞ്ഞിട്ട് അതാണെങ്കിൽ കുതിച്ച് കയറുക, കാശ് വാരി കൂട്ടുകയാണ് എന്നൊക്കെ ഇങ്ങനെ എന്ന് പറയും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അത്രയും ചിന്തിച്ചിട്ടാണ് ആ ആദർശിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അപ്പം ആദർശിനെ ഏട്ടാ എന്ന് വിളിക്കുമ്പോൾ എന്താടാ എന്ന് വയ്ക്കും. ഏട്ടാ വിഷുവൊക്കെയാണ് വരുന്നത്, അറിയാം, അത് കൃത്യമായിട്ട് നിനക്ക് വിഷുക്കന്നേട്ടം തരുകയും ചെയ്യും എന്നറിയും. അല്ല ഏട്ടാ, അതല്ല, എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് എന്നറിയും. നിനക്ക് എന്താ എത്ര പൈസയുടെ ആവശ്യം എന്ന് വയ്ക്കും. അല്ല, നവ്യയുടെ അടുത്തേക്ക് പോകണം, നവ്യയ്ക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ പറയും. അത് നീ ചെയ്യോ, നീ ആ 7-ാം മാസത്തിൻ്റെ അന്ന് മുല്ലപ്പൂ വാങ്ങിക്കൊണ്ടിരാന്നും പറഞ്ഞു പോയിട്ട് നീ എന്താ ചെയ്തത്, മുല്ലപ്പൂ വാങ്ങിച്ചോ എന്നിട്ട്
എന്നറിയും. ഇല്ല ഏട്ടാ, അത് അങ്ങനെ ഒരു ഇതിൽ പെട്ടുപോയതാണ് എന്നൊക്കെ പറയും. അപ്പോൾ പറയും, നീ എന്തെങ്കിലും അവൾക്ക് ചെയ്യണ്ടോ? നീ അവളുടെ കാര്യം നീ ആലോചിക്കേണ്ട, പ്രസവം മറ്റുള്ള കാര്യങ്ങളൊന്നും നീ ആലോചിക്കേണ്ട, അത് ഞാനും നയനയും കൂടെ നോക്കിക്കോളാം എന്നൊക്കെ പറയും. അതല്ല ഏട്ടാ, വിഷു അല്ലേ, വിഷുവിന് അവൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല അറിയും. അപ്പോൾ നിനക്ക് കൃത്യമായിട്ട് ശമ്പളം തരുന്നില്ല, അതൊക്കെ നീ എന്താ ചെയ്യുന്നത്? താൻ തോന്നിത്തരം കാണിച്ച് കളയുകയാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഒന്നും മിണ്ടില്ല. അപ്പോൾ പറയും, ഞാൻ നിന്നെ ഉപദേശിക്കണമൊന്നുമില്ല, പക്ഷെ നീ നവ്യയുടെ കാര്യത്തിൽ ഇനിയും ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പറയും, പിന്നെ എല്ലാവർക്കും സാലറി കൊടുക്കുന്ന പോലെ തന്നെയാണ് നിനക്കും ഞാൻ തരുന്നത്, നീ ഇങ്ങനെ ദീപാവലി ഒളിച്ച് കളയണോണ്ടാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആദർശ്. ശരി, എന്തായാലും നീ നല്ല കാര്യമാണ് ചെയ്യണമെങ്കിൽ നിനക്ക് നിൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ കുറച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്യാം, അത് തോന്നിവാസം കാറ്റ് കളയരുത് എന്നൊക്കെ പറയും. അപ്പോൾ ശരി ഏട്ടാ എന്ന് പറയും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആദർശം അങ്ങോട്ട് പോവുകയാണ്. പോകുമ്പോൾ ഏത് പൊസിഷനിലാണ് ഇരിക്കുന്നത്, ബാക്കിയുള്ളവർക്ക് വെറും ഇതാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയാൻ കേട്ടോ. അയാളുടെ താൻ തോന്നിത്തരം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ താൻ തോന്നിത്തരം കാട്ടിയിട്ട് ആ കാശ് മുഴുവൻ കളഞ്ഞിട്ടാണ് ഉള്ള ജോലിയും കൂടെ പോയിപ്പോൾ. അത് ആദർശ് പറയും ചെയ്യും, നീ ഇനിയും പഴയ സ്റ്റേജിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ നിൻ്റെ ഉള്ള ജോലിയും പോകും, അത് നീ മറക്കണ്ട കേട്ടോ, മര്യാദയ്ക്കാണെങ്കിൽ നിനക്ക് ഇനിയും ഞാൻ നല്ല നല്ല ഉയരങ്ങളിൽ ഇതാക്കാൻ ചെയ്യാമെന്നൊക്കെ പറയും കേട്ടോ. ശരിയെന്നൊക്കെ പറയാം. അതിന് ആദർശം അങ്ങോട്ട് പോവുകയാണ്. പിന്നെ കാണുന്നത് എന്താ പറയുക, നന്ദുവും നവ്യയും കൂടെ നിന്ന് സംസാരിക്കുന്നതാണ് പുറത്തു നിന്നിട്ട്. അപ്പോൾ പറയുക, എന്താ നന്ദു നമ്മളീ കാണുന്നത്, കണ്ടോ എന്തൊരു സ്നേഹം അവർ തമ്മിൽ, അമ്മയും പിന്നെ മരുമകളും തമ്മിൽ എന്തൊരു അമ്മയും മരുമകളും തമ്മിൽ എന്തൊരു സ്നേഹം നോക്ക്, എങ്ങനെ ഉണ്ടായിരുന്നത് രണ്ടുപേരും, ഇപ്പം വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ, അത്രയ്ക്ക് സ്നേഹം അവർ തമ്മിൽ പറയും. അപ്പോൾ പറയും, ഇതുപോലെ ചേച്ചിയുടെ അമ്മയമ്മയും കൂടെ പിന്നെ മാറിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയും നന്ദു. അപ്പോൾ പറയും, അവർക്ക് കരളല്ല, എൻ്റെ ഹൃദയം കൊടുത്താൽ പോലും അവർക്ക് നന്ദി എന്നുള്ള ഒരു വാക്ക് അവരുടെ നിഘണ്ടുവിലില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം. അവർക്ക് അങ്ങനത്തെ ഒരു ഇതും ഇല്ല എന്നൊക്കെ പറയും. പിന്നെ അബി എന്താണോ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, പിന്നെ അല്ലാണ്ട് വേറെ ഒരു ഇതുമില്ല. പിന്നെ എന്നോട് അവർക്ക് ഇതന്നെ ഇനിയിപ്പോൾ എന്തിനാണാവോ അബി ഇങ്ങനെ കാണിക്കുന്നതെന്ന് തന്നെ എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം. എന്തായാലും ചെയ്ത് അവളല്ലെങ്കിലും ഭാഗ്യമുള്ള കുട്ടി, അവൾ രക്ഷപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. രണ്ടുപേരും കൂടെ നിന്ന് സംസാരിക്കുമ്പോഴാണ് ആദർശിൻ്റെ ഫോൺ വരുന്നത്. അപ്പോൾ ആദർശിൻ്റെ ഫോൺ വരുമ്പോൾ ആദർശേട്ടനാണല്ലോ പറയും. എന്നിട്ട് ഫോൺ എടുത്തിട്ട് നന്ദു എന്തൊക്കെയുണ്ട് വർത്തമാനം എന്ന് നോക്കും. അപ്പോൾ നല്ല വർത്തമാനം ആദർശേട്ടാന്നറിയാം. എന്താ വിഷു പരിപാടിയൊക്കെ എന്തായി എന്ന് നോക്കും. എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ വിഷുവിന് പിന്നെ ആവണേ ഉള്ളൂ എന്നറിയും. പർച്ചേസൊക്കെ കഴിഞ്ഞ് വയ്ക്കും. പർച്ചേസ് കുറേ കഴിഞ്ഞു, കാരണം ഫസ്റ്റ് പോണ സമയത്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിരിക്കുന്നുണ്ട്, പിന്നെ അധികമൊന്നുമില്ല എന്നൊക്കെ പറയും കേട്ടോ. നയന അങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ, ഇല്ല നയനേച്ചി ഇങ്ങോട്ട് വന്നില്ല എന്ന് പറയും കേട്ടോ. വന്നില്ലേ, ഇവിടുന്ന് അങ്ങോട്ട് വരണം, പർച്ചേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണല്ലോ പോകുന്നത്, ഇങ്ങോട്ട് എത്തിയിട്ടില്ലേ, ഇല്ല അങ്ങോട്ട് വന്നിട്ടില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഇല്ല അങ്ങോട്ട് എത്തിയിട്ടില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ പറയും, ശരി, എന്താ ആദർശേട്ടൻ വരുന്നുണ്ടോ? ചിലപ്പോൾ സമയം കിട്ടിയാൽ ഞാനൊന്നുകൊണ്ട് ഇറങ്ങാം എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ശരി എന്നിങ്ങനെ പറയുകയാണേ, സന്തോഷമാവും. ശരി ആദർശമായിട്ട് വരും എന്നൊക്കെ അറിയാം. അപ്പോൾ നവ്യ ചേച്ചി എൻ്റെ അടുത്ത് നിൽക്കേണ്ടത്, നവ്യക്ക് സുഖം തന്നെ ഇല്ലേ എന്ന് നോക്കിട്ടോ. സുഖമാണ് ആദർശമായിട്ടാന്ന് പറയും. അപ്പോൾ പറയും, അബി ചിലപ്പോൾ വരുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അബി വരുന്നില്ലേക്കുമ്പോൾ ഉണ്ട് എന്നൊക്കെ പറയാം. അങ്ങനെ ഒന്ന് സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ എന്താണ് അത് നന്ദു പോയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. നന്ദു പോയിട്ട് ഇങ്ങനെ പറയല്ല, എന്താ നമ്മുടെ അടുക്കളയിൽ ഭയങ്കര പാചകമാണ്. എന്താണ് കനകയും അതുപോലെ ദേവയാനിയും നയനയൊക്കെ കൂടെ. അപ്പോൾ പറയും, പിന്നെ മോളും ഇങ്ങോട്ട് മാറും, ഞാനും കൂടെ നിൽക്കാമെന്ന് പറയുമ്പോൾ, അത് വേണ്ട, അമ്മ ഞങ്ങളുടെ ഗസ്റ്റാണെന്ന്, അമ്മ ഒരു ഫുൾ ഡേ നമ്മളെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അമ്മേ എന്ന് പറയും കനകേനോട്. അപ്പോൾ പറയും, അതിനെന്താണെന്നറിയോ, അവിടെ ദേവയാനി അവിടെ ഇരുന്നുള്ളൂ, ഞങ്ങൾ ചെയ്യാമെന്ന് പറയും. അത് വേണ്ട അറിയും. അപ്പോൾ പറയും, ഗസ്റ്റോ, ഞാൻ നിങ്ങളെ കൂടെ നിന്നോളാം, ഞാനും കൂടെ നമുക്ക് വേഗം ജോലി തീർക്കാമല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ പറയേ, അത് വേണ്ട, പിന്നെ അമ്മ അവിടെ മാറി നിന്നാൽ മതി എന്നറിയും. അപ്പോൾ പറയും, അത് വേണ്ട, അത് ശരിയല്ല, ഞാനും കൂടെ നിങ്ങളുടെ കൂടെ നിങ്ങൾ പിന്നെ അറിയും. എന്നാൽ പിന്നെ എന്തെങ്കിലും ചെയ്തോളൂ എന്നുള്ളതിൽ എന്നാൽ ഇഷ്ടമുള്ളത് ചെയ്തോളൂ അറിയാം. അപ്പോൾ പറയും, കേട്ടോ, നമുക്കെല്ലാവർക്കും കൂടെ ഒരു ടൂറൊക്കെ പോകണം, പുറത്തൊക്കെ പോകണം എന്ന്. കാരണം എന്താ വെച്ചാൽ പിന്നെ നിങ്ങളൊക്കെ അവിടെ വരുമ്പോൾ ഞാൻ എന്തുമാത്രം മോശമായിട്ടാണ് നിങ്ങളോടൊക്കെ പെരുമാറേണ്ടതെന്നറിയോ, അതിൻ്റെയൊക്കെ ഇത് എനിക്ക് തീർക്കണം എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി പിന്നെ പറയും, ഇപ്പോൾ ഒരു നവ്യ ഗർഭമുണ്ടായിരിക്കും, ഇനിയിപ്പോൾ അടുത്തത് ഇവരുടെ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളും അങ്ങനെ ആഗ്രഹിക്കുന്നില്ലേ എന്ന് നോക്കുമ്പോൾ, ഉണ്ട്, ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് എന്നറിയും. അപ്പോൾ ഇനിയിപ്പോൾ അതിന് നമുക്ക് പിന്നെ എന്താണ് ഡോക്ടറെ മാത്രം കണ്ടാൽ പോരാ, കുറച്ച് പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ വേണം എന്നൊക്കെ ഇങ്ങനെ
ദേവയാനി ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ പറയും, അപ്പോൾ നയനയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ പറയും അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അമ്പലങ്ങളിലൊക്കെ പോകണം എന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഭക്ഷണം ഉണ്ടാക്കുകയാണ്. ഭക്ഷണം ഉണ്ടാക്കി എല്ലാവരും കൂടെ മേശപ്പുറത്ത് കൊടുന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ മേശപ്പുറത്ത് കൊടുന്ന് വെക്കുമ്പോഴേക്കും എന്താണ് എല്ലാവരും കൂടെ നവ്യ അപ്പോൾ എത്ര പെട്ടെന്നെല്ലാം ആയി, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കറികൾ അമ്മ ഉണ്ടാക്കി എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. നമ്മുടെ കറികളൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, അമ്മ ഇവിടെ ആദർശേട്ടനും ഒക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ കറികൾ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ പറയും നിങ്ങളൊക്കെ ആദ്യമൊക്കെ വീട്ടിലൊക്കെ വരുമ്പോൾ ഞാൻ എന്ത് മോശമായിട്ടാണ് നിങ്ങളോടൊക്കെ പെരുമാറിയത് എന്നോർക്കുമ്പോൾ എനിക്കിപ്പോൾ കുറ്റബോധം തോന്നുകയാണ് എന്നറിയും. അപ്പോൾ അതൊന്നും സാരമില്ല എന്നറിയും. പിന്നെ അച്ഛൻ്റെ കാര്യം, മൂർത്തി സാറിനെ പോലെ ഒരു മുത്തശ്ശനും മുത്തശ്ശി അവിടെ ഉള്ളതുകൊണ്ടാണ് എൻ്റെ മക്കൾ അവിടെ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നത്. അദ്ദേഹത്തിന് പക്ഷേ ഇങ്ങനെ ക്യാൻസർ ആയതുകൊണ്ട് ഒരുപാട് വിഷമമുണ്ട്, നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും ഒരുപാട് വിഷമമുണ്ടായിരുന്നു മനസ്സിൽ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ ദേവയാനി അത് ശരിയാണ്, അച്ഛൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് സങ്കടം. അച്ഛൻ പിന്നെ അങ്ങനെ അവരുടെ മൂർത്തി സാറിനെ പറ്റി കുറച്ച് വർത്തമാനങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടുന്ന് പറയും നമുക്കെല്ലാവർക്കും കൂടെ ഭക്ഷണം കഴിക്കല്ലേ എന്ന് പറയും. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഗോവിന്ദനും പിന്നെ എല്ലാവരും കൂടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ കാണാം പുറത്തൊരു കാറ് വന്ന് നിൽക്കുന്നുണ്ട്. കാറ് വന്ന് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്താണ് നന്ദു പോയി നോക്കുമ്പോൾ ആദർശ് ഓടി വന്നിട്ട് നന്ദു പറയും അമ്മേ ആദർശേട്ടൻ വന്നിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ ആദർശ് ഇപ്പോഴും ഈ നേരത്തോന്ന് പറയും. ദേവയാനിയൊക്കെ കുറഞ്ഞ ആകെ വെപ്രാളം പിടിക്കുക, എന്താ അപ്പോൾ ഇത് കഥ വെച്ചിട്ട്. അങ്ങനെ ദേവയാനി വേഗം അകത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ദേവയാനിയോട് പറയും വേഗം അകത്ത് പോയിരുന്നോളൂ അമ്മയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദേവയാനീനെ അകത്തേക്ക് പറഞ്ഞേക്കാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇവരൊക്കെ അവിടെ എല്ലാവർക്കും ഒരു വെപ്രാളം. അപ്പോൾ ആദർശ് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണാം ദേവയാനിയുടെ കാർ അവിടെ കിടക്കണം. അപ്പോൾ ഇത് അമ്മയുടെ കാറാണുള്ളത്, ഇപ്പോൾ ഈ കാറിലാണോ വന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കയറി വരും, കുറേ പാക്കറ്റുകളൊക്കെ കൈ പിടിച്ചിട്ട്. ആദർശ് മോനെ വാ കയറി വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് കനങ്ങ കിടക്കുമ്പോൾ എല്ലാവർക്കും വെപ്രാളാണ്. അതിൽ പറയും നീ അമ്മയുടെ കാറിലാണോ വന്ന് വയ്ക്കുമ്പോൾ അതല്ല ആദർശേട്ടാ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അതിന് ഉത്തരം പറയില്ല. അപ്പോൾ അവൾ പറയും പിന്നെ നീ പർച്ചേസൊക്കെ കഴിഞ്ഞ് വയ്ക്കുമ്പോൾ പർച്ചേസൊക്കെ കഴിഞ്ഞു എന്നൊക്കെ പറയും. ഇതെന്താ കുറേ കവറുകൾ കയ്യിൽ നോക്കി അവൾ അങ്ങനെ മറച്ചു വയ്ക്കും, കാരണം അവൻ ചോദിച്ചാനുള്ള ആൻസറല്ല നയനെ കൊടുക്കുന്നത്. അപ്പോൾ പറയും വിഷയമല്ലേ എല്ലാവർക്കും കുറച്ച് കോടി വസ്ത്രങ്ങൾ എടുത്തതാണ്, എന്നാൽ നീ തന്നെ എല്ലാവർക്കും ഇത് കൊടുക്കുക എന്നിട്ട് നയനയുടെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയും എന്തൊക്കെയുണ്ട്, എന്താ വിഷു പരിപാടിയായിട്ട് എന്തൊക്കെയുണ്ട്, ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ നല്ല കറികളുടെയൊക്കെ നല്ല മണം വന്നു എന്നൊക്കെ അവനിങ്ങനെ പറയും. അപ്പോൾ പറയും വിഷുവായിട്ട് ഇപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് കൂടുതൽ കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലേ അല്ലേ, 2-3 ദിവസമായിട്ട് ഇനിയിപ്പോൾ ഇവരൊക്കെ ഉണ്ടല്ലോ കൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. നന്ദുവിൻ്റെ കാര്യവും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് എന്താ പിന്നെ ഇവർ അങ്ങനെ ആലോചിക്കും എന്താ ഇവർക്കൊരു വെപ്രാളം, എന്താ നിങ്ങൾക്കൊരു വെപ്രാളം പോലെ എന്താ പറ്റിയേക്കും, ഒന്നുമില്ല എന്ന് പറയും. അപ്പോൾ ആദർശേട്ടനൊന്ന് വിളിച്ചിട്ട് വരായിരുന്നില്ലേ, എന്തുകൊണ്ടാണ് വിളിക്കാണ്ട് വന്നത് എന്നിങ്ങനെ ചോദിക്കുക. അപ്പോൾ പറയും പിന്നെ ഞാൻ ഓഫീസിൽ നിന്ന് പെട്ടെന്ന് എനിക്ക് ഇങ്ങോട്ട് വരണമെന്ന് തോന്നി അതുകൊണ്ട് വന്നു, അത്ര തന്നെ ഉള്ളൂ, പിന്നെ നീന്തി രാവിലെ പോകുന്നതും അല്ലേ എന്തായി എന്നറിയാനും കൂടെ വന്നതാണ് എന്നൊക്കെ പറയും. അപ്പോൾ പറയും പിന്നെ എന്നാലും മോനൊന്ന് വിളിച്ചിട്ട് വരായിരുന്നു പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ലമ്മേ എന്നൊക്കെ പറയും. എന്നാൽ നമുക്ക് ഭക്ഷണം കഴിക്കാം, എല്ലാവർക്കും കൂടെ ഭക്ഷണം കഴിക്കല്ലേ എന്ന് പറയും. എന്തായാലും ഉച്ച സമയമാണ് വന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കൂടെ പോവുകയാണ്. അപ്പോൾ ഇവർക്കൊക്കെ പാടൊരു വെപ്രാളം, കാരണം ദേവയാനി അത്രയും നേരം കൂടെ നിന്നിട്ട് അവർ പാവം പട്ടിണിയായി വീട്ടിൽ അവിടെ ഒരു റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, അവിടുന്ന് എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാൻ പോവാണ് കേട്ടോ. ഭക്ഷണം കഴിച്ച ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റും ഇങ്ങനെ ഇരിക്കുമ്പോൾ കനകയൊക്കെ ഇങ്ങനെ വിളമ്പോൾ പറയും അമ്മ ഇരിക്കൂ എന്നറിയാം. അപ്പോൾ നമ്മുടെ ദേവയാനി ഒരു റൂമിലിരിക്കുകയാണ്, ആകെപ്പാടെ വെപ്രാളം പിടിച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാണ്ട് കൂട്ടിലിട്ട എലീനെ പോലെ കിടന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടുകയാണ്. എന്താ ചെയ്യേണ്ടത്, കാരണം അവൻ്റെ ആദർശിൻ്റെ മുന്നിൽ പോയി പെട്ട് കഴിഞ്ഞാൽ ശരിക്കും അവർക്ക് ആദർശിനോട് കാര്യങ്ങളൊക്കെ പറയാം, പക്ഷേ ഇത് അവരൊന്നും മിണ്ടാതിരിക്കില്ലേ, അത് കാരണം അതൊരു പ്രശ്നം. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ കഴിക്കും, ഞാൻ എന്താ വരുന്നു ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് കനക അങ്ങോട്ട് പോകും. അപ്പോൾ അമ്മ ഇരിക്കുമെന്ന് അറിയുമ്പോൾ ഇപ്പോൾ വരാൻ പറഞ്ഞിട്ട് പോകുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ കനക ഓടി റൂമിൽ വരുമ്പോഴേക്കും ചാടി നീക്കുകയാണ് കട്ടിൽ പേടിച്ചിട്ട്. അപ്പോൾ പറയും ഇത് ഞങ്ങൾ ആദർശ് മോന് വല്ലപ്പോഴും വരുമ്പോൾ നിൽക്കുന്ന റൂമാണ് എന്ന് പറയും. അപ്പോൾ എനിക്ക് കാരണം നല്ല വൃത്തിയായിട്ട് ഒതുക്കി പെറുക്കി നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട് റൂം. അപ്പോൾ പറയും മോൻ ഇവിടെയാണ് എനിക്ക് ഞാൻ ആ ഷെൽഫ് തുറന്ന് നോക്കിയപ്പോൾ അവൻ്റെ ഡ്രസ്സുകളൊക്കെ കണ്ടു എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഭയങ്കര സന്തോഷമാവും അവനെ അവർ എത്രത്തോളം കെയർ ചെയ്തണോ എന്നുള്ളത് പിന്നെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ
പിന്നെ എന്താ പറയുക, ഭയങ്കര സന്തോഷമൊക്കെ ആവും മകന്. അപ്പോൾ പറയും ഞാനൊന്ന് പേടിച്ചു, ഇനിയിപ്പോൾ മോനെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ മോൻ പിടിക്കപ്പെട്ട അതിലേറെ പ്രശ്നമാവില്ലേ എന്നൊക്കെ പറയും. അപ്പോൾ ഞാനും ആദ്യം അതാണ് വിചാരിച്ചത്. പെട്ടെന്ന് പിന്നെ നിങ്ങളെ ദേവയാനീനെ ഇവിടെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും എന്നുള്ള അറിയില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ ഇവർ കുറച്ച് ദിവസം അവിടെ വന്ന് നിൽക്കാനൊക്കെ വേണ്ടി വിളിക്കുന്നുണ്ട്. ദേവയാനി കനകയോടൊക്കെ അങ്ങോട്ട് വരണം. അപ്പോൾ ഈ 7-ാം മാസക്കാരീനെ എന്താ വയ്ക്കുമ്പോൾ അതൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, പിന്നെ നിങ്ങൾ കുറച്ച് ദിവസം അവിടെ വന്ന് നിൽക്കണം എന്ന് അന്ന് പോകുമ്പോൾ പറയും. അപ്പോൾ വന്നു കഴിഞ്ഞാലും തമ്മിൽ തല്ലല്ലേ, അതൊന്നും കുഴപ്പമില്ല, അത് ആരും ശ്രദ്ധിക്കില്ല. നമുക്ക് അവിടെ വന്ന് നിങ്ങൾ നിൽക്കുന്നത് എനിക്ക് സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെ ഞാൻ ഉണ്ടാക്കി തരാമെന്നൊക്കെയാണ് 37 ആദ്യം പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നത്തെ ഈ സീൻ കേട്ടോ. അപ്പോൾ അങ്ങനെ പറയും. അപ്പോൾ പറയും പിന്നെ ഞാൻ ആകെ ഒന്ന് പേടിച്ചു. അപ്പോൾ പറയും ലഞ്ച് ബ്രേക്കല്ലേ, അപ്പോൾ ചിലപ്പോൾ അവന് പെട്ടെന്നൊന്നുകൊണ്ട് വരാൻ തോന്നിയിട്ടുണ്ടാവും, അതാണ് വന്നത്. സാധാരണ ഓഫീസ് ടൈമിലൊന്നും അവനിങ്ങനെ ഇറങ്ങി പോരാത്തതാണ്. ചിലപ്പോൾ മോള് പോന്നിട്ട് കുറേ നേരമായില്ലേ. അവർ തമ്മിൽ ഭയങ്കര സ്നേഹമാക്കാനൊക്കെ ആദ്യം കുറച്ച് വഴക്കായാലും ഇപ്പോൾ അവന് അവളില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അവർ ഭയങ്കര സ്നേഹത്തിലാണ് പറയുമ്പോൾ നമ്മുടെ കനകയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ നല്ല രസമായിട്ട് തന്നെ പോകുന്നുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ പിടിച്ചില്ല നമ്മുടെ എന്താ പറയുക ആദർശ്. പക്ഷേ ആദർശ് കണ്ടെത്തും, ഇങ്ങനെ പോവുകയാണെങ്കിൽ ആദർശ് അധികം വൈകാണ്ടേ കണ്ടെത്തും. പക്ഷേ ആദർശിനോട് ഇവർക്ക് പറയായിരുന്നു, ഇവർ ആദർശിനോട് മിണ്ടാണ്ടിരിക്കുന്നത് ശരിയായില്ല. ഇനിയിപ്പോൾ എന്തായാലും നമ്മളല്ലല്ലോ അല്ലേ കഥ പറയുന്നത്, സ്ക്രിപ്റ്റ് എഴുതുന്ന ആളല്ലേ. അപ്പോൾ അതുകൊണ്ട് പത്രമാറ്റ് എല്ലാവരും മിസ് ചെയ്യാണ്ട കാരണം ഇന്നത്തെ പത്രമാറ്റ്. അതുപോലെ തന്നെ എൻ്റെ രാധാസ്വാമി കിച്ചൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ കഥ ഞാൻ പറയുന്നത് കഥയാണ്, കുറേ മിസ്റ്റേക്സൊക്കെ വരും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി എന്നിരിക്കും. നമ്മളിപ്പോൾ സീരിയൽ കാണുന്ന പോലെ ആവില്ല നമ്മൾ കഥ പറയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് കുറേ മിസ്റ്റേക്സ് വരുന്നുണ്ട്, അതുകൊണ്ട് ക്ഷമിക്കണം. അതുപോലെ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നന്മ നിറഞ്ഞൊരു ദിവസമാവട്ടെ. എല്ലാവർക്കും നല്ല ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടി എല്ലാവരും ഇരിക്കട്ടെ. എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പിന്നെ എൻ്റെ രാധാസ്വാമി കിച്ചൻ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, പറ്റുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.